ഇപ്പം വാട്സപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെറ്റ എ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ മെറ്റ എ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ നിങ്ങൾക്ക് ഫോട്ടോ അയക്കേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ പിന്ന് പോലത്തെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇമാജിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മെറ്റ എയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇമാജിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഒരു എക്സാമ്പിളിന് ഞാൻ ഇങ്ങനെ ഒരു വേർഡ് ടൈപ്പ് ചെയ്ത സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ഇമേജസ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൽ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഫോട്ടോ സെലക്ട് ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, വേറെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിഫ്രഷ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇനി ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മേക്ക് ചേഞ്ചസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൽ ആനിമേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആനിമേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ചില ആനിമേഷൻസും കാര്യങ്ങളൊക്കെ അതിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇപ്പം ഒരു ആനിമേഷനൊക്കെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ബാക്കോട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്തായാലും ആ ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സെൻഡ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ അവർക്ക് സെൻഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മെറ്റ എ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വാട്സപ്പ് വഴി ഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.